ഇന്നിപ്പോ നമ്മള് ചാപ്റ്റർ നമ്മുടെ മോഡ്യൂൾ 5 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മോഡ്യൂൾ 5ന്റെ ടെക്സ്റ്റ് ബുക്കായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, PPTs ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഈ PPTs തന്നെ വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, സോ ദ ലാസ്റ്റ് മോഡ്യൂൾ ഈസ് എ ഗൈഡ് ടു കമ്പ്യൂട്ടർ ഫോറൻസിക്സ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ് 4th എഡിഷൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലാണ് ഉള്ളത്. അതിന്റെ ഫസ്റ്റ് ടോപ്പിക് ആണ് വർക്കിംഗ് വിത്ത് വിൻഡോസ് ആൻഡ് ഡോസ് സിസ്റ്റംസ്. ഓക്കെ, ഈ വിൻഡോസും ഡോസ് സിസ്റ്റവും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ലൈക്ക് മെജോറിറ്റി ഓഫ് ദ സിസ്റ്റംസ് ആർ വിൻഡോസ് പ്ലാറ്റ്ഫോം. ഈ വിൻഡോസ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് സ്പെസിഫിക്കലി ഡോസും വിൻഡോസും യൂസ് ചെയ്ത് എങ്ങനെയാണ് ഫോറൻസിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പഠിക്കുന്നത്. അതിനാദ്യം വേണ്ടിയത് ഫയൽ സിസ്റ്റത്തിനെ മനസ്സിലാക്കാം. ഓക്കെ, ആൻഡ് ഇത് നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കേണ്ടതാണ്. സോ പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവറോൾ നോക്കി പോകാം. ഫയൽ സിസ്റ്റം, ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഡിഫറെന്റ് ഫയൽ സിസ്റ്റം അല്ലെങ്കിൽ ആ ഫയൽസ് സ്റ്റോർ ചെയ്യുന്ന ഫോർമാറ്റ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ OS നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഡേറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യണമെന്നും എങ്ങനെ റിട്രീവ് ചെയ്യണമെന്നും പറയുന്നതാണ് ശരിക്കും ഫയൽ സിസ്റ്റം. Okay, it determines how the data is stored on the disk. Okay, now when you need to access a suspect's computer or inspect data or acquire data, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ആണോ സിസ്റ്റം യൂസ് ചെയ്യുന്നത് അത് ഫെമിലിയർ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഡേറ്റ ഇൻസ്പെക്ട് ചെയ്യാനോ അക്വയർ ചെയ്യാനോ പറ്റത്തുള്ളൂ. Okay, so the first thing is to understand the boot sequence. ബൂട്ട് സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CMOSൽ നിന്നും ബയോസിൽ നിന്നും നമ്മുടെ സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് പാർട്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനാണ് ബൂട്ട് സീക്വൻസ് എന്ന് പറയുന്നത്. അതിൽ CMOS എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. ഈ CMOSലാണ് കോൺഫിഗറേഷനും ഡേറ്റും ടൈമും അങ്ങനത്തെ ഇൻഫർമേഷൻ ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈവൻ വെൻ ദ പവർ ഇസ് ഓഫ്, all this information will be stored. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് CMOS. ഇനി ബയോസ് എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് ഹാർഡ്വെയർ ലെവലിലേക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും പെർഫോം ചെയ്യാനായിട്ട് ബിഫോർ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് അപ്ലോഡഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ പ്രോഗ്രാംസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം പ്രോഗ്രാംസ്. ഓക്കെ, പിന്നെയാണ് ബൂട്ട്സ്ട്രാപ്പ്. ബൂട്ട്സ്ട്രാപ്പ് പ്രോസസ് എന്ന് പറയുന്നത് റോമിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് റിക്വയർഡ് ടു ലോഡ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ടെൽസ് ദ കമ്പ്യൂട്ടർ ഇനി അടുത്തത് എന്ത് ചെയ്യണം എന്ന് പറയും. സോ ഇറ്റ് ഡിസ്പ്ലേസ് ദ കീസ് ഓർ കീസ് യു പ്രസ് ടു ഓപ്പൺ ദ CMOS സെറ്റപ്പ് സ്ക്രീൻ. അഥവാ ഡയറക്ട്ലി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ നമുക്ക് CMOSലേക്ക് പോയിട്ട് നമുക്ക് മാനിപ്പുലേഷൻസ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റിയും ഈ ബൂട്ട്സ്ട്രാപ്പ് പ്രോസസ്സിൽ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, CMOS ഓട്ടോമാറ്റിക്കലി ഷുഡ് ബി മോഡിഫൈഡ്. ദാറ്റ് ഈസ് ഫോറൻസിക്സ് ചെയ്യുന്ന സമയത്ത് CMOS തന്നെ മോഡിഫൈ ചെയ്ത് ഫോറൻസിക് ഫ്ലോപ്പി ഡിസ്ക് അല്ലെങ്കിൽ CD യൂസ് ചെയ്ത് മോഡിഫൈ ചെയ്ത് ബൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ അണ്ടർസ്റ്റാൻഡിങ് ദ ബൂട്ട് സീക്വൻസ്. ഇവിടെ ഈ പർട്ടിക്കുലർ പിക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ ബൂട്ട് സീക്വൻസ് ചെയ്യുന്നത് ഓപ്റ്റിക്കൽ ഡ്രൈവിനെയാണ് ആദ്യം ബൂട്ട് സീക്വൻസ് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഐദർ ദി CD ഓർ ദ DVD ഫസ്റ്റ്. അത് ആക്സസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് വിൽ ഡു ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ്സ്. ഓക്കെ, സോ ഒരു ടിപ്പിക്കൽ സെറ്റപ്പ് ആണ്. പിന്നെ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, പിന്നെ നെറ്റ്വർക്ക്. ടിപ്പിക്കൽ സെറ്റ്വർക്ക് ആണ് ഇവിടെ, സെറ്റപ്പ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് മാറ്റി വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അണ്ടർസ്റ്റാൻഡിങ് ഡിസ്ക് ഡ്രൈവ്സ്. ഓക്കെ, ഡിസ്ക് ഡ്രൈവ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഒത്തിരി കൂടുതൽ ടൈമൊന്നും ഞാൻ സ്പെൻഡ് ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ട് പ്ലാറ്റേഴ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. മോളി ദാറ്റ് ഇസ് ഒരു ഡിസ്കിനെ പല ഡിസ്ക് മോളി സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഒരു സിലിണ്ടർ പോലെ ആവുമല്ലോ, ആ ഒരു ഫോർമാറ്റിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് ഡിസ്ക് ഡ്രൈവിന്റെ കോമ്പണൻസ് ആണ് ജോമെട്രി, ഹെഡ്, ട്രാക്ക്, സിലിണ്ടേഴ്സ്, സെക്ടേഴ്സ്. ഓക്കെ, ജോമെട്രി എന്ന് പറയുന്നത് is simply the organization of the data on the disk platters. ആ പ്ലാറ്ററിൽ എങ്ങനെയാണോ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ജോമെട്രിയും കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇൻ ദിസ് ഇമേജ്, ഇവിടെ താഴെ കാണുന്ന ഇമേജിൽ നിങ്ങൾക്ക് കാണാം പല ഡിസ്കുകൾ മോളി സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, റീഡ് റൈറ്റ് ഹെഡ് ഉണ്ട്,
എല്ലാ സർഫസിലേക്കും അപ്പ് ആൻഡ് ഡൗൺ ഓക്കെ റീഡ് റൈറ്റ് ഹെഡ്സ് പോകുന്നുണ്ട്. സോ ഇഫ് ദർ ആർ മൾട്ടിപ്പിൾ പ്ലാറ്റേഴ്സ് ദർ വിൽ ബി മൾട്ടിപ്പിൾ റീഡ് റൈറ്റ് ഹെഡ്സ്. ഓക്കെ, ഇനി ഇത് ഒരു ഡിസ്ക് നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈച്ച് കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറയുന്ന ഒരു ഫുൾ സർക്കിൾ ആണ് ഒരു ട്രാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ കോമ്പിനേഷൻ ഓഫ് ട്രാക്സ് വിച്ച് ഒരു സിലിണ്ടർ താഴോട്ട് ഇപ്പൊ ഈ ഇന്നർമോസ്റ്റ് സർക്കിൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്ലാറ്റേഴ്സിന്റെയും ഇന്നർമോസ്റ്റ് സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സിലിണ്ടർ പോലെ ആയിരിക്കും. ഓക്കെ, സോ കോമ്പിനേഷൻ ഓഫ് ദ സെയിം ട്രാക്ക് ഓൺ ഡിഫറെന്റ് പ്ലാറ്റേഴ്സ് ഫോംസ് എ സിലിണ്ടർ. ഓക്കെ, പിന്നെ ഉള്ളത് ഇങ്ങനെ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന പോലെ ഒരു പീസ, അതിനെയാണ് ഒരു സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, okay, now you can see that over here each disk track and there are 63 sectors, 32 read write heads are there, 1024 cylinders will be there, and ഇത്രയും ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് that is 1024 cylinders into 32 heads into 63 sectors ചെയ്ത് കഴിഞ്ഞാൽ we will have 20,64,384 sectors. ഓക്കെ, ഇനി വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ് ദാറ്റ് ഇത്രയും ഈ ഓരോ സെക്ടറിലും 512 ബൈറ്റ്സ് ആണ് പെർ സെക്ടർ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സോ ഇൻസൈഡ് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്ടറിൽ കപ്പാസിറ്റി ലൈക്ക് ഡെൻസിറ്റി കൂടുതലായിരിക്കും, ഔട്ട്സൈഡിൽ ഡെൻസിറ്റി കുറവായിരിക്കും. Understanding disk drives. Now, what are the properties that a hardware or firmware level endaka properties? Zero bit ZBR എന്ന് പറയുന്നത് zoned bit recording. Zoned bit recording എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റയുടെ കപ്പാസിറ്റി സെക്ടേഴ്സ് പെർ സോൺസ്, ദാറ്റ് ഇസ് നമ്മുടെ there will be increased data capacity when there are more sectors per zone. ഒരു സോണിൽ ഔട്ടർ ട്രാക്സിൽ കൂടുതൽ സെക്ടേഴ്സ്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഔട്ടർ ട്രാക്കിൽ കപ്പാസിറ്റി ഒത്തിരി കുറവായിരിക്കും, ഡെൻസിറ്റി കുറവായിരിക്കും. പക്ഷെ ആ ഡെൻസിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ സോൺഡ് ബിറ്റ് റെക്കോർഡിംഗ് യൂസ് ചെയ്യും. അപ്പം അകത്തോട്ടുള്ള ദാറ്റ് ഇസ് ലെസ് സ്പേസ് ഉള്ള സോണുകളിൽ കുറവ് സെക്ടേഴ്സും കൂടുതൽ സ്പേസ് ഉള്ള സോണുകളിൽ കൂടുതൽ സെക്ടേഴ്സുമായിട്ട് അത് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ട്രാക്കിന്റെ ഡെൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഏരിയൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇസ് എമൗണ്ട് ഓഫ് ഡേറ്റ ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഓൺ എ ഗിവൺ യൂണിറ്റ് ഓഫ് ഫിസിക്കൽ സ്പേസ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ സ്പേസ് എത്രയുണ്ടോ ആ പ്ലാറ്ററയിൽ അതേ ബേസ് ചെയ്താണ് ഏരിയൽ ഡെൻസിറ്റി. പിന്നെ ഉള്ളത് ഹെഡും സിലിണ്ടർ സ്ക്യൂവും. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ദ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് from the start of the last track to the previous cylinder to the, that is എത്ര സമയം എടുത്താണ് ഒരു സിലിണ്ടറിൽ നിന്ന് വേറൊരു സിലിണ്ടറിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതിനെയാണ് ഹെഡ് ആൻഡ് സിലിണ്ടർ സ്ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നൗ മൈക്രോസോഫ്റ്റിന്റെ ഫയൽ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഫയൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ടേഴ്സ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്താണ് മൈക്രോസോഫ്റ്റിൽ ഫയൽ സ്ട്രക്ചർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്റ്റോറേജ് അലൊക്കേഷൻ ഇസ് ക്ലസ്റ്റേഴ്സ്. സോ മോർ ദാൻ വൺ സെക്ടേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്ന ക്ലസ്റ്റേഴ്സ് ആയിരുന്നു. ഈ ക്ലസ്റ്റേഴ്സ് നോർമലി സൈസ് വിൽ ബി ഐദർ 512 ആയിരിക്കാം, അല്ലെങ്കിൽ 1024, 2048, 4096 ഓർ മോർ. ഓരോ പ്രാവശ്യവും ഫയൽ സിസ്റ്റം അഡ്ജസ്റ്റ് ചെയ്താണ് വരുന്നത്. ഈ സെക്ടേഴ്സിനെ ഓവർഹെഡ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പൈൻ ചെയ്യും. സോ ദാറ്റ് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് files to a disk is easier, like faster ആയിട്ട് more efficient ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലസ്റ്റേഴ്സ് നമ്പർ ചെയ്തിരിക്കുന്നത് സീക്വൻഷ്യലി ആണ്, സ്റ്റാർട്ടിങ് വിത്ത് 2. So the first sector of all disks contain a system area, and ആ സിസ്റ്റം ഏരിയയിൽ ബൂട്ട് റെക്കോർഡും ഫയൽ സ്ട്രക്ചർ ഡേറ്റാബേസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. OS ക്ലസ്റ്റർ നമ്പേഴ്സ് ലോജിക്കലി ആണ് അഡ്രസ്സിങ് ചെയ്തിരിക്കുന്നത്. സെക്ടർ നമ്പേഴ്സ്, ക്ലസ്റ്റർ നമ്പേഴ്സ് ലോജിക്കലും സെക്ടർ നമ്പേഴ്സ് ഫിസിക്കലുമാണ് അഡ്രസ്സസ്. ഓക്കെ, ക്ലസ്റ്റേഴ്സ് ആൻഡ് ദിയർ അഡ്രസ്സസ് ആർ സ്പെസിഫിക്
to a particular logical disk drive. Okay, so ഒരു particular പാർട്ടീഷനിലുള്ള ഒരു particular disk drive-ന്റെ സ്പെസിഫിക് ആയിരിക്കും ഒരു ക്ലസ്റ്ററിന്റെ അഡ്രസ്. ഓക്കെ, ഇനി ഡിസ്ക് പാർട്ടീഷൻസ്. പാർട്ടീഷൻ എന്ന് പറയുന്നത് ശരിക്കും ഡിസ്കിൽ ആക്ച്വലി അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്നല്ല, നമുക്ക് ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദിസ് ഇസ് എ ലോജിക്കൽ ഡ്രൈവ്. ഓക്കെ, സോ ഓരോ സിയും ഡിയും ഇയും അങ്ങനെ എത്ര എണ്ണം വേണമെന്നും ഓരോ ഡിസ്കിന് എത്ര സ്പേസ് വേണം ഇതൊക്കെ നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റും ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത്, ഓർ നമ്മൾ ഫസ്റ്റ് OS ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്. FAT16 does not recognize disks larger than 2 GB. ഓക്കെ, സോ FAT16 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ഒരു ഡിസ്കിന്റെ സൈസ് എന്ന് പറയുന്നത് 2 GB ആണ്. ഓക്കെ, hidden partitions or voids, that is unused gaps between partitions on a disk ഉണ്ടാകാം. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് സ്റ്റെപ്സ് എടുക്കാവുന്നതാണ്. ഈ പാർട്ടീഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് രണ്ട് പാർട്ടീഷന്റെ ഇടയിലുള്ള ഒരു സ്പേസിനാണ് പാർട്ടീഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്, സ്പേസ് യൂസ് ചെയ്യാൻ പറ്റാത്ത സ്പേസ്. ഓക്കെ, ദെൻ ഡിസ്ക് എഡിറ്റർ. ഡിസ്കിന്റെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, ഡിസ്ക് എഡിറ്റർ യൂസ് ചെയ്തിട്ട് പാർട്ടീഷൻസിനെ അല്ലെങ്കിൽ സെക്ടേഴ്സിനെ ഫയൽസിനെ ഒക്കെ നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ പാർട്ടീഷൻ ലെവലിൽ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടൂളുകളാണ് ഡിസ്ക് എഡിറ്റേഴ്സ് ആണ്. ഇതെല്ലാം നോട്ട് ഡിസ്ക് എഡിറ്റ്, വിൻഹെക്സ് ഓർ ഹെക്സ് വർക്ക്ഷോപ്പ്. ഓക്കെ, ഇതിൽ ചെയ്യുന്ന എന്തുവാ, ഹെക്സാഡെസിമൽ കോഡ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഹെക്സാഡെസിമൽ കോഡിനെ ഐഡന്റിഫൈ ചെയ്ത് ഫയൽ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഇതും കൊണ്ട് പറ്റുന്നത്. സോ സം ഹെക്സാഡെസിമൽ കോഡ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ this വിൻഡോസിന്റെ ഫയൽ സിസ്റ്റം is shown over here. 01 ആണെങ്കിൽ DOS 12-bit FAT ആണ്. 4 ആണെങ്കിൽ 16-bit FAT ആണ് with 32 MB for partition smaller than 32 MB. Extended partitioning ഉണ്ടെങ്കിൽ 05 ആയിരിക്കും. അങ്ങനെ ഓരോന്നിനും ഇങ്ങനെ ഈ ഡിഫറെന്റ് ഹെക്സാഡെസിമൽ കോഡ്സ് ആണ്. These are just some of them. Other codes are also there. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഫസ്റ്റ് ലൊക്കേഷനിലാണ് ഹെക്സാഡെസിമൽ കോഡ് ഉള്ളത്. അവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സി ദിസ് ഇസ് EB. ഓക്കെ, EB എന്ന് കണ്ടു കഴിഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ് ഓവർ ഹിയർ? സി ഇറ്റ് ഇസ് BEOS. ഓക്കെ, സോ ഇത് എന്താണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നതാണ് ആ ഹെക്സാഡെസിമൽ വാല്യൂ യൂസ് ചെയ്ത്. ഓക്കെ, നൗ ഹെക്സ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഫയൽ ഹെഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇറ്റ് ക്യാൻ ബി ടു ഫയൽ ടൈപ്പ് എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിലും ഇല്ലേലും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇത് അലൗ ചെയ്യുന്നതാണ്. ദിസ് ഇസ് ഹെക്സ് വർക്ക്ഷോപ്പ്. ഓക്കെ, ഇവിടെ 424D എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ 424D എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. .bmp ഫയലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഹെക്സ് വാല്യൂ. ഓക്കെ, നൗ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഫയൽ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് 32 ഹെക്സ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയും ഈ ഒരു കോമ്പിനേഷനിലുള്ള വാല്യൂ ആണെങ്കിൽ ഇറ്റ് ഇസ് എ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഫയൽ. മാസ്റ്റർ ബൂട്ട് റെക്കോർഡ്. വിൻഡോസിലും ഡോസിലും there is a മാസ്റ്റർ ബൂട്ട് റെക്കോർഡ്, MBR. ഈ ബൂട്ട് ഡിസ്ക് ആണ് ഈ മാസ്റ്റർ ബൂട്ട് റെക്കോർഡ് എന്ന് പറയുന്നത്. അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ ഇസ് ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഡിസ്ക് എങ്ങനെയൊക്കെയാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്, ലൊക്കേഷൻ എന്തുവാ, സൈസ് എന്തുവാ, മറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്രസ്സിങ്ങും കാര്യങ്ങളുമാണ് ഈ MBR വഴി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. മറ്റ് സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് നമുക്ക് ഈ MBRനെ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് പാർട്ടീഷൻ മാജിക്, ബൂട്ട് മാജിക്. ബൂട്ട് മാജിക് എന്ന് പറയുന്ന പാർട്ടീഷൻ മാജിക്സ് എന്ന് പറയുന്ന പബ്ലിഷേഴ്സിന്റെ സോഫ്റ്റ്വെയർ. ഓക്കെ, ഫാറ്റ് ഡിസ്ക് നമ്മൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ അലൊക്കേഷൻ ടേബിൾ ആണ് ഫാറ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ മൈക്രോസോഫ്റ്റ് ആണ് ഇത് ഒറിജിനലി ഡിസൈൻ ചെയ്തത്. ഇത് ഫ്ലോപ്പി ഡിസ്കിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. ബിഫോർ ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ വിൻഡോസ് NT and 2000. ഫ്ലോപ്പി ഡിസ്കിന് വേണ്ടിയിട്ടാണ് ഫാറ്റ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഫാറ്റ് ഡേറ്റാബേസിൽ ടിപ്പിക്കലി ഡിസ്കിന്റെ ഔട്ടർമോസ്റ്റ് ട്രാക്കിലാണ് ഈ ഫാറ്റിന്റെ ഡേറ്റാബേസ് എഴുതിയിരിക്കുന്നത്. അതിലുള്ള കാര്യങ്ങളാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഫയൽ നെയിം, ഡയറക്ടറി നെയിം, ഡേറ്റ് ആൻഡ് ടൈം സ്റ്റാമ്പ്സ്, ക്ലസ്റ്റർ സ്റ്റാർട്ടിംഗ് നമ്പറും ഫയൽ ആട്രിബ്യൂട്ട്സ്.
ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ഫാറ്റ് ഉണ്ട്. 12 ഉണ്ട്, 16 ഉണ്ട്, 32 ഉണ്ട്. ഇപ്പൊ വി ഫാറ്റ് ഓക്കെ ഉണ്ട്. സോ 12 512 ആണ് ക്ലസ്റ്ററിന്റെ സൈസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി അപ് ടു 8 കിലോബൈറ്റ്സ്. 16 512 to 64 kilobytes. 32 ഫയൽ സിസ്റ്റേഴ്സ് ഡിഫറെന്റ് സൈസസ് അപ് ടു 2 terabytes ക്ലസ്റ്റർ സൈസസ് അലൗ ചെയ്യുന്നുണ്ട്, റേഞ്ചിങ് ഫ്രം 512 bytes to 32 kilobytes. ഓക്കെ, സോ അതിന്റെ കപ്പാസിറ്റി ആണ് കൂടിയിരിക്കുന്നത്. ഓക്കെ, ക്ലസ്റ്റർ സൈസസ് ഹാർഡ് ഡിസ്കിന്റെ സൈസ് ആൻഡ് ഫയൽ സിസ്റ്റം അനുസരിച്ച് ചേഞ്ച് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സെക്ടേഴ്സ് ആൻഡ് ബൈറ്റ്സ് പെർ ക്ലസ്റ്റർ. നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് പെർ ക്ലസ്റ്റർ ഇസ്, ഒരു സെക്ടർ മാത്രമേ ഒരു ക്ലസ്റ്ററിൽ ഉള്ളെങ്കിൽ 512 bytes ആയിരിക്കും. 2 ക്ലസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ 1 KB മൊത്തം ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ മീൻസ് സ്പേസ് അനുസരിച്ച് 512 ഇൻറ്റു ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസ്ക് സ്പേസ് അലക്കേറ്റ് ചെയ്യുന്നത് ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ്. ഓക്കെ, സോ ഇത് പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ക്ലസ്റ്റർ യൂസ് ചെയ്യണം എന്നില്ല. അങ്ങനെ ആയിരിക്കുമ്പോൾ ഡ്രൈവ് സ്ലാക്ക് ഒക്കർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഇസ് ദ അൺയൂസ് സ്പേസ് ഇൻ എ ക്ലസ്റ്റർ ബിറ്റ്വീൻ ദി എൻഡ് ഓഫ് ആൻ ആക്റ്റീവ് ഫയൽ ആൻഡ് ദി എൻഡ് ഓഫ് ദ ക്ലസ്റ്റർ. അലോട്ട് ചെയ്തിരിക്കുന്ന ക്ലസ്റ്ററിന് അത്രയും സ്പേസ് ആവശ്യമില്ലെങ്കിൽ അവസാനം കുറച്ച് സ്പേസ് ഫ്രീ ആയിരിക്കും. അതിനെയാണ് ഡ്രൈവ് സ്ലാക്ക് എന്ന് പറയുന്നത്. ഡ്രൈവ് സ്ലാക്ക് റാമിലും ഉണ്ടാകാം, ഫയലിന്റെ സ്ലാക്ക് ആയിട്ടും ഉണ്ടാകാം. ഓക്കെ, നൗ അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്ട് FAT16 ലാർജ് ക്ലസ്റ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ലാർജ് ക്ലസ്റ്റേഴ്സ് ഉള്ളപ്പം പല ക്ലസ്റ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായി വരുന്നില്ല. അന്നേരം ഫ്രാഗ്മെന്റേഷൻ റിഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ബട്ട് ക്ലസ്റ്ററിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വേറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. എനിവേ അറ്റ് ദാറ്റ് ടൈം ഇറ്റ് റിഡ്യൂസ് ദ ഫ്രാഗ്മെന്റേഷൻ. FAT16 യൂസ് ചെയ്തപ്പോൾ. ഓക്കെ, ഫയൽ സാക്ക് സ്പേസ് എന്ന് പറയുന്നത് എന്തോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇതാണ് ഒരു സെക്ടർ എന്ന് പറയുന്നത്. എന്റെ കഴ്സർ നോക്കുക, ഇതാണ് ഒരു സെക്ടർ. 10th സെക്ടറിന്റെ എൻഡ് ആണ് ഈ വരയും കൊണ്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ ഫയൽ എൻഡ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. സോ ദിസ് മച്ച് കനോട്ട് ബി നൗ അലോട്ടഡ് ഫോർ എനിത്തിങ് എൽസ്. സോ ദാറ്റ് ഈസ് എ റാം സ്ലാക്ക്. എന്നാൽ ഇവിടെ ഫയൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് ഇത്. ഇനി ഫയൽ എൻഡ് ചെയ്ത് കഴിയുമ്പോൾ എവിടെയാണോ ഫയൽ സ്ലാക്ക് സ്പേസ് ഉള്ളത് അതാണ് ഇവിടെ. ലൈക്ക് ഫയൽ എൻഡ് ചെയ്തിട്ട് സ്പേസ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ആ സ്പേസ് ആയിരിക്കും ഫയൽ സ്ലാക്ക് സ്പേസ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഓക്കെ, റാമിന്റെ എൻഡിലുള്ള സ്ലാക്ക് സ്പേസും ഫയലിന്റെ എൻഡിലുള്ള സ്ലാക്ക് സ്പേസും. ഓക്കെ, നൗ സപ്പോസിങ് ക്ലസ്റ്റേഴ്സ് അലോട്ട് ചെയ്യാനായിട്ട് ഇല്ല. ഒരു ഫയൽ നമുക്ക് സ്റ്റോർ ചെയ്യണം, പക്ഷെ ക്ലസ്റ്റർ അലോട്ട് ചെയ്യാനായിട്ട് ഇല്ല. വെൻ യു റൺ ഔട്ട് ഓഫ് റൂം ഫോർ ആൻ അലക്കേറ്റഡ് ക്ലസ്റ്റർ, അപ്പൊ ചെയ്യുന്ന എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലസ്റ്ററിൽ ഫയൽ കംപ്ലീറ്റ്ലി ഫില്ലായി ഇല്ലെങ്കിൽ അടുത്തൊരു ക്ലസ്റ്ററും കൂടെ അലോട്ട് ചെയ്യും. ഓക്കെ, ബട്ട് ദിസ് വിൽ ക്രിയേറ്റ് മോർ സ്ലാക്ക് സ്പേസ്. അതുകൊണ്ടാണ് ക്ലസ്റ്ററിന്റെ സൈസ് കൂടുമ്പോൾ സ്ലാക്ക് സ്പേസ് കുറഞ്ഞത് FAT16. Okay, so as files grow and require more disk space, clusters are chained together and the chain can be broken or fragmented. Okay, that means നമ്മൾ കണ്ടിന്യൂസ് ക്ലസ്റ്റേഴ്സ് അലോട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ലിങ്ക് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് പോലെ ബ്രോക്കൺ ആയിട്ട് ചെയിൻസ് ലിങ്ക് ചെയ്ത് വേണമെങ്കിൽ ഫയൽ സ്പേസ് അലോട്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ഫാറ്റ് ഡിസ്ക് എക്സാമിൻ ചെയ്യുന്നത്? ബാക്കി എല്ലാ കാര്യങ്ങളും ഇതുവരെ നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെയും ഫയൽ സിസ്റ്റത്തിന്റെയും സ്പെസിഫിക്സ് ആണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഫോറൻസിക് അനാലിസിസ് ചെയ്യുമ്പം ടൂൾ യൂസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഫയലിന് ഏതൊക്കെ ക്ലസ്റ്റേഴ്സിലാണ് ഡേറ്റ ഉള്ളത് എന്ന് കാണണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലിസ്റ്റ് ഓഫ് ക്ലസ്റ്റേഴ്സ് ഫോർ എ ഫയൽ. ഓക്കെ, സോ ചെയിൻഡ് സെക്ടേഴ്സ് associated with clusters as a result of increasing file size. ഒരു ഫയൽ ഇൻക്രീസ് ചെയ്ത് വരുമ്പം ദിസ് ഇസ് എ PDF ഫയൽ. ഓക്കെ, ഈ PDF ഫയൽ ഇൻക്രീസ് ചെയ്ത് വരുമ്പോഴത്തേനും ഈ ക്ലസ്റ്റേഴ്സ് മൾട്ടിപ്പിൾ ക്ലസ്റ്റേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി when the operating system stores data in a FAT file system, സ്റ്റാർട്ടിംഗ് ക്ലസ്റ്ററിന്റെ പൊസിഷൻ ആണ് ഫയലിന് അലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒന്നിൽ കൂടുതൽ ക്ലസ്റ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റാർട്ടിംഗ് ക്ലസ്റ്ററിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അടുത്ത ക്ലസ്റ്റർ ഏതാണ് എന്നുള്ളത്. ഓക്കെ, സോ
ഇഫ് ഇറ്റ് റൺസ് ഔട്ട് ഓഫ് റൂം, ഫാറ്റ് അവൈലബിൾ ആയിട്ടുള്ള വേറൊരു ക്ലസ്റ്ററിനെ അലൊക്കേറ്റ് ചെയ്യും. ആൻഡ് ഈ നെക്സ്റ്റ് ക്ലസ്റ്റർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഫയല് ഡിഫറെന്റ്, ദാറ്റ് ഇസ് കണ്ടിന്യൂസ് ലൊക്കേഷൻസ് അല്ലാത്ത ഡിഫറെന്റ് പൊസിഷൻസിൽ ചെയിൻഡ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കും. ഓക്കെ, ഇനി ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യുമ്പോഴും ഡിലീറ്റ് ആകുന്നത് ആ ഫസ്റ്റ് അഡ്രസ്സാണ്. ഓക്കെ, സോ വിത്ത് ഇറ്റ് റീപ്ലേസസ് ദി ഫസ്റ്റ് അഡ്രസ് വിത്ത് ദിസ് വാല്യൂ E5. ഓക്കെ, അത് ശരിക്കും സിഗ്മ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യും. അപ്പം ഫാറ്റ് ചെയിൻ ഫോർ ദ ഫയൽ ഇസ് സെറ്റ് ടു 0. അപ്പൊ ഇനി അങ്ങോട്ട് ആ പോയിന്റർ ഇല്ല, ആക്സസ് ഇല്ല. We cannot access that file because it is, even though the content has not been deleted, the access to the file has been deleted. Okay, ini area of the disk where the deleted file resides becomes unallocated disk space. So അടുത്ത ഒരു സ്പേസ് ആവശ്യമുള്ളപ്പം ഈ ഫയൽ എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ സ്പേസ് ഫ്രീ ആയതുകൊണ്ട് വേറൊരു ഫയൽ അലൊക്കേറ്റ് ചെയ്തിരിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് NTFS ഫയൽ സിസ്റ്റം, ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം. വിൻഡോസ് NTയും വിൻഡോസ് വിസ്റ്റയുടെയും കൂടെ ആണ് ഈ ഫയൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഫാറ്റിനെക്കാട്ടിലും ഇംപ്രൂവ്മെന്റ്സോട് കൂടിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് പ്രൊവൈഡ്സ് മോർ ഇൻഫർമേഷൻ അബൌട്ട് എ ഫയൽ ആൻഡ് ഇറ്റ് ഗിവ്സ് മോർ കൺട്രോൾ ഓവർ ഫയൽ ആൻഡ് ഫയൽ ഫോൾഡേഴ്സ്. ഓക്കെ, സോ ഈ NTFS ആണ് പലപ്പോഴും നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് NTFS ആണ് ജേർണലിംഗ് ഫയൽ സിസ്റ്റം ഇന് വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് യൂസ് ചെയ്തത്. ജേർണലിംഗ് മീൻസ് ഇറ്റ്സ് ഗിവിംഗ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ ഫയൽ. Okay, in NTFS, everything written to the disk is considered a file. NTFS disk ആണെങ്കിൽ ഫസ്റ്റ് ഡേറ്റ ഇസ് ദി പാർട്ടീഷൻ ബൂട്ട് സെക്ടർ. അപ്പൊ ആ ഡിസ്കിലുള്ള ആദ്യത്തെ ഡേറ്റ ഇസ് ദ പാർട്ടീഷൻ ബൂട്ട് സെക്ടർ. അടുത്തത് പിന്നെ വരുന്നത് MFT ആണ്, മാസ്റ്റർ ഫയൽ ടേബിൾ. ഈ NTFS റിസൾട്ട്സ് ഇൻ മച്ച് ലെസ് ഫയൽ സ്ലാക്ക് സ്പേസ്. കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ട് നമുക്ക് ബൂട്ട് സെക്ടേഴ്സ് ഒക്കെ അതിനനുസരിച്ച്, because clusters are smaller for smaller disk drives and NTFS uses Unicode. Okay, so സാധാരണ ഫാറ്റും NTFSും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യൂണിക്കോഡ് എന്ന് പറയുന്നത് വാസ് ആൻ ഇന്റർനാഷണൽ ഡേറ്റ ഫോർമാറ്റ്. സോ ഇതിൻ്റെ അകത്തുള്ള ഫയലും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ വേറെ പലയിടത്തോട്ട് നമുക്ക് പോർട്ടബിൾ ആക്കാനായിട്ട് ഈസിയർ ആയിരുന്നു. ഓക്കെ, ഇനി NTFSന്റെ ക്ലസ്റ്റർ സൈസുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 0 to 1 സെക്ടർ ആണെങ്കിൽ 1 സെക്ടർ അഗെയിൻ 512 ആണ്, ആൻഡ് മൾട്ടിപ്പിൾസ് ഓഫ് 512 ആണ് മൾട്ടിപ്പിൾ സെക്ടേഴ്സിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ബൈറ്റ്സ് ഓൾസോ അക്കോർഡിംഗ്ലി. ഇനി NTFS ഫയൽ സിസ്റ്റത്തിൽ MFT ഉണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഹിയർ മാസ്റ്റർ ഫയൽ ടേബിൾ. എന്താണ് MFT എന്നുള്ളത്? MFT കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫയൽ. സോ ഏതൊക്കെ സിസ്റ്റം ഫയൽസ് OSലുണ്ടോ അതെല്ലാം, എല്ലാ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് സിസ്റ്റം ഫയൽസ് ഇസ് ദെയർ ഇൻ ദ MFT. ഫസ്റ്റ് 15 റെക്കോർഡ്സ് സിസ്റ്റം ഫയൽസിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള ഫയൽസും മെറ്റാ ഡേറ്റയാണ് ഈ MFTയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി MFT റെക്കോർഡ്സ് ഇൻ മെറ്റാ ഡേറ്റ ഇൻ ദ MFT. ഫസ്റ്റ് സിസ്റ്റം ഫയൽ ആണ് 0. Base file record for each folder on the NTFS volume. Other record positions in the MFT are allocated if more space is needed. So 0th positionil base file record ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് റെക്കോർഡ് പൊസിഷനിൽ ഫസ്റ്റ് 4 records of the MFT are saved in this position. ഈ പൊസിഷനിൽ ആദ്യത്തെ 4 റെക്കോർഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നു. സിംഗിൾ സെക്ടർ ഫെയിൽ ഉണ്ടാവുകയാണെങ്കിൽ ദ റെക്കോർഡ്സ് ക്യാൻ ബി റെസ്റ്റോർഡ്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് 4 റെക്കോർഡ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് കാരണം ആ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ടർ ഫെയിലിയർ നടക്കുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് റെസ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സെക്കൻഡ് പൊസിഷനിൽ ലോക്ക് ഫയലാണ്. That is previous transactions ഇവിടെ stored ആയിരിക്കും. Recovery after system failure is possible. Third, information about a specific volume. ലേബലും വേർഷനും അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഫോർത്ത്, attribute definitions.
സോ ടേബിൾ ലിസ്റ്റിംഗിൽ attribute names, numbers, definitions, etc. പിന്നെ fifth position root file name index. So the root folder on the NTFS volume is given over here. And ഇതിന്റെ ഒക്കെ ഫയൽ നെയിം ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. $MFT base file record, MFT MIRR, mirror ആണ് of the first 4 records, log file information, volume information, attribute definition information and dollar മാത്രമാണെങ്കിൽ root file folder, root folder. Okay, ഇതേപോലെ സിമിലർലി ഡിഫറെന്റ് ബാഡ് സെക്ടർ ആണെങ്കിൽ പൊസിഷൻ 8 ആയിരിക്കും, ബൂട്ട് സെക്ടർ ആണെങ്കിൽ 6ഉം 7ഉം ആയിരിക്കും, സെക്യൂർ ഫയൽ ആണെങ്കിൽ 9 യുണീക് പൊസിഷൻ വിൽ ബി 9, അപ്പ് കേസ് ദാറ്റ് ഇസ് മെറ്റാ റെക്കോർഡ് 9th പൊസിഷനിലായിരിക്കും, അപ്പ് കേസ് ടേബിൾ ആണെങ്കിൽ കൺവേർട്സ് ഓൾ ലോവർ കേസ് ക്യാരക്ടേഴ്സ് ടു അപ്പർ കേസ് Unicode characters. NTFS extension file ആണെങ്കിൽ optional extensions are listed here. Okay, സാധാരണ എക്സ്റ്റൻഷൻ അല്ലാത്ത എക്സ്റ്റൻഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം 12 to 15 is reserved for future use. So ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടായിരുന്നു നേരത്തെ ഫസ്റ്റ് 15 records are reserved for system files. ആ 15 recordsന്റെ ഡീറ്റെയിൽസ് ആണ് ഈ നമ്മൾ കണ്ടത്. Okay, in the NTFS MFT, that is master file table, എല്ലാ ഫയൽസും ഫോൾഡേഴ്സും സെപ്പറേറ്റ് റെക്കോർഡ്സ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈച്ച് റെക്കോർഡ് ഇസ് 1024 bytes. ഈച്ച് റെക്കോർഡിൽ ആ ഫയലും ഓർ ഫോൾഡറിന്റെയും ഇൻഫർമേഷൻ ആയിരിക്കും. സോ ദ ഇൻഫർമേഷൻ ഇസ് ഡിവൈഡഡ് ഇൻ ടു റെക്കോർഡ് ഫീൽഡ്സ് കണ്ടെയ്നിങ്, ദാറ്റ് ഇസ് ഫീൽഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മെറ്റാ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കും. ആട്രിബ്യൂട്ട് ID ആണ് ഒരു പർട്ടിക്കുലർ ഫീൽഡിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ടിപ്പിക്കലി സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻ ആണ് MFT റെക്കോർഡിന്റെ ഒന്നെങ്കിൽ റെസിഡന്റ് MFT റെക്കോർഡ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ റെസിഡന്റ് MFT റെക്കോർഡ് ആയിരിക്കും. ഓക്കെ, 512 ബൈറ്റ്സിലും കൂടുതലായിട്ടുള്ള ഫയൽസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യുന്നത് MFTയുടെ വെളിയിലായിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് റെഫേർഡ് ടു ആസ് ഡേറ്റ റൺസ്. Okay, so cluster provides cluster addresses where the file is stored in the drive partition. That is, ഒരു ക്ലസ്റ്ററിൻ്റെതായിരിക്കും MFTയിൽ കാണുന്നത്, പിന്നെ ഡേറ്റ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വെളിയിലായിരിക്കും അതിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കും. ഓക്കെ, ഇറ്റ് ഐഡന്റിഫൈസ് MFT റെക്കോർഡ് സ്റ്റാർട്ട്സ് വിത്ത് MFTയുടെ റെക്കോർഡ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ഫയൽ ആണോ എന്ന് പറഞ്ഞായിരിക്കും. ആൻഡ് ദർ ആർ സെവറൽ ആട്രിബ്യൂട്ട്സ്. സോ ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് റെസിഡന്റ് ഫയൽ ഇൻ ആൻ MFT റെക്കോർഡ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡേറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഫയല് ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നു HIJKFG ഓരോ വാല്യൂസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. A ആണെന്നുണ്ടെങ്കിൽ ഓൾ MFT റെക്കോർഡ് സ്റ്റാർട്ട് വിത്ത് ഫയൽ 0. A. ഓക്കെ, ഇനി B ആണെങ്കിൽ ദ സ്റ്റാർട്ട് ഓഫ് ദ ആട്രിബ്യൂട്ട് ഇസ് 0 into 10. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് ABC എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള വാല്യൂസ് ആണ്. ആ വാല്യൂസ് എന്തൊക്കെയാണ് പറയുന്നത്, ലെങ്ത് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഫയൽ ഡേറ്റ ഓഫ് എ റെസിഡന്റ് ഫയൽ, ഇതിൻ്റെ അകത്ത് റെസിഡന്റ് ഫയലിന്റെ MFT റെക്കോർഡ് എങ്ങനെയായിരിക്കുമെന്നും ഇതിൻ്റെ അകത്ത് ഡേറ്റ എങ്ങനെയായിരിക്കുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ C is B, length of the attribute is in little endian format and interpreted little endian format ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഫയൽ റെസിഡന്റ് ഈ ഇൻസൈഡ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. റെസിഡന്റ് ഫയലും നോൺ റെസിഡന്റ് ഫയലും എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. സോ എന്താണ് റെസിഡന്റ് ഫയൽ, എന്താണ് നോൺ റെസിഡന്റ് ഫയൽ എന്ന് മാത്രം ഇപ്പൊ പറയാം. ഈ റെസിഡന്റ് ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പർട്ടിക്കുലർ MFT റെക്കോർഡിൽ ഫിറ്റ് ആകാൻ പറ്റുന്ന ഫയൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ റെസിഡന്റ് ഫയൽ എന്ന് പറയും. ഇറ്റ് ക്യാൻ ഫിറ്റ് വിത്തിൻ ദി MFT റെക്കോർഡ്. ഓക്കെ, ഇഫ് ഇറ്റ് കനോട്ട് ദെൻ ഇറ്റ് ഇസ് കോൾഡ് എ നോൺ റെസിഡന്റ്. ഡേറ്റ റൺ ഒക്കർ ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പല ഡീറ്റെയിൽസുമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് നോൺ റെസിഡന്റ് ഡേറ്റയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നോൺ റെസിഡന്റ് ആട്രിബ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 0x80 വെച്ചിട്ടാണ്. അതാണ് A എന്ന് പറയുന്നത്, എക്സെട്ര. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ 80 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ അതിന്റെ ഡേറ്റയുടെ പോയിന്റ് ഓഫ് റൺ എവിടെയാണ്, അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ് ഇവിടുത്തെ ഹെക്സാഡെസിമൽ വാല്യൂസ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, ആ ഹെക്സാഡെസിമൽ വാല്യൂസ് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ABCDE എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്നത്, അല്ലാതെ അത് ABCDE അല്ല. ഓക്കെ, ഹെക്സ് വാല്യൂസ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. റെസിഡന്റ് ഫയൽ ആണോ നോൺ റെസിഡന്റ് ഫയൽ ആണോ, അത് തുടങ്ങുന്ന എവിടെയാ, എത്ര ലെങ്ത് ഉണ്ട്, ഇതെല്ലാ കാര്യങ്ങളും ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ഹെക്സാഡെസിമൽ വാല്യൂസ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി MFT ആൻഡ് ഫയൽ ആട്രിബ്യൂട്ട്സ്. ഒരു ഡിസ്ക്, when a disk is created with NTFS file structure, ലോജിക്കൽ ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് എൻറ്റയർ ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ലോജിക്കൽ ക്ലസ്റ്റേഴ്സിന് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. They are called LCNs. ഓക്കെ, ഈ ക്ലസ്റ്ററിന്റെ നമ്പേഴ്സ് ആണ് അഡ്രസ് ആയിട്ട് it becomes the addresses that allow the MFT to link the non-resident files on the disk partition. So ഈ cluster numbers ആണ് address ആയിട്ട് യൂസ് ചെയ്യുന്നത്. Okay, ഇനി NTFS data streams. Data can be appended to ഒന്നെങ്കിൽ existing files or evidentiary. It can obscure valuable evidentiary data intentionally or by coincidence. So append ചെയ്യാൻ പറ്റുന്നത് കാരണം എവിഡൻസിനെ ചിലപ്പം ഒബ്സ്ക്യൂർ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഡേറ്റ സ്ട്രീം എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ഫയൽ ആട്രിബ്യൂട്ട് ആയിട്ടാണ് NTFSൽ സ്റ്റോർ ചെയ്യുന്നത്. ഇറ്റ് allows the file to be associated with different applications. പല ഡിഫറെന്റ് ആപ്ലിക്കേഷൻസിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫയലാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഒരു ഫയല് ഡേറ്റ സ്ട്രീം ആണോ അല്ലയോ, അപ്പൻഡഡ് ആണോ ടു ഡിഫറെന്റ് ഫയൽസ്, അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഡേറ്റ സ്ട്രീം അറ്റാച്ച് ചെയ്ത് ഫയലിനെ എക്സാമിൻ ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി NTFS പല കംപ്രസ്ഡ് ഫയൽസ് അലൗ ചെയ്യുന്നുണ്ട്. കംപ്രഷൻ സിമിലർ ടു ഡ്രൈവ് സ്പേസ് 3, ഫാറ്റിന്റെ ഡ്രൈവ് സ്പേസ് 3. അതേപോലെ തന്നെ ഫയൽസ്, ഫോൾഡേഴ്സ്, എൻറ്റയർ വോള്യൂംസ് NTFSൽ തന്നെ ഓട്ടോമാറ്റിക്കലി കംപ്രസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഫോറൻസിക് ടൂൾസ് അൺകംപ്രസ് ചെയ്തിട്ട് വേണം ഈ ഡേറ്റയെ അനലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി എൻക്രിപ്റ്റിംഗ് ഫയൽ സിസ്റ്റം NTFSലുള്ളത് എങ്ങനെയാണ്? ഇത് 2000ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പബ്ലിക് കീ, പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻക്രിപ്ഷൻ ചെയ്തിരിക്കുന്നത്. Okay, so EFS, the encrypting file system, is used in Windows Vista Business Edition or higher, XP Professional or 2000. അതിന് ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിക്കവറി സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യും. ആൻഡ് ഇത് വിൻഡോസ് അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിലേക്ക് അയക്കും. ആൻഡ് ദെൻ ദ EFS സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ ലോക്കൽ വർക്ക് സ്റ്റേഷനിൽ നിന്നാണ് അത് ഡീക്രിപ്റ്റ് ചെയ്ത് കിട്ടേണ്ടത്. ഓർ if it is stored in a remote server, then accessing the remote server. Okay, so recovery certificate implement ചെയ്താണ് I told you decrypt ചെയ്യുന്നത്, and it is done through the administrator account. രണ്ട് തരം key അല്ലെങ്കിൽ 2 ways are there in which the key can be recovered. ഒന്ന് through Windows or from MS-DOS. So command prompt യൂസ് ചെയ്തു, GUI യൂസ് ചെയ്തു നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ്, MS-DOS യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ് സിഫർ, കോപ്പി, EFS റിക്കവർ, RECVR. ഓക്കെ, ഫോർ ഡീക്രിപ്ഷൻ. ആൻഡ് ഒരു ഫയൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ XP-ലോ 2000-ലോ NT-ലോ അത് OS renames it and moves it to the recycled bin. ഓക്കെ, ഡെൽ ബട്ടൺ യൂസ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത ഫയൽസ് നമുക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. Now understanding the whole disk encryption. Okay, personal identity information and trade secrets ഈ ലൂസ് ചെയ്യുന്നത് എല്ലാവർക്കും ഇപ്പൊ റീസെന്റ് ലൈക് സെക്യൂരിറ്റി മോർ കോൺഷ്യസ് ആയിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഹോൾ ഡിസ്ക് എൻക്രിപ്ഷൻസ് യൂസ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഉണ്ട്. Okay, usually so that data will not be freely available even if the laptop or a device is stolen. It prevents loss of information and പല vendors ഈ whole disk encryption provide ചെയ്യുന്നുണ്ട്. Okay, so currently
ഹോൾ ഡിസ്ക് എൻക്രിപ്ഷൻ ടൂൾസ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ബൂട്ട് ഒത്തന്റിക്കേഷൻ ചെയ്യും. എന്നിട്ട് പാർഷ്യൽ ഡിസ്ക് എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ഫുൾ ഡിസ്ക് എൻക്രിപ്ഷൻ വിത്ത് സെക്യൂർ ഹൈബർനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഓഫ് ആക്കി കഴിയുമ്പോൾ സെക്യൂർ ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യത്തക്കവണ്ണം അവിടെ മെത്തേഡ്സ് ഉണ്ടാവും. അഡ്വാൻസ് എൻക്രിപ്ഷൻസ് അൽഗോറിതംസ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. കീ മാനേജ്മെന്റ്, ദാറ്റ് ഇസ് നമ്മൾ പബ്ലിക് കീ പ്രൈവറ്റ് കീ യൂസ് ചെയ്താണ് നോർമൽ കേസിൽ എൻക്രിപ്ഷൻസ് ചെയ്യാറ്. സോ കീ മാനേജ് ചെയ്യാനായിട്ടും അത് സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ടും ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം അവൈലബിൾ ആയിരിക്കും. സോ ദർ വിൽ ബി എ ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മോഡ്യൂൾ microchip to generate encryption keys and authenticate logins. ഓക്കെ, ഈ എൻക്രിപ്ഷൻ ടൂൾ എന്ന് പറയുന്നത് സെക്ടർ വൈസോ ഡ്രൈവ് വൈസോ ഒക്കെ എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ആൻഡ് ഈ എൻക്രിപ്ഷൻ ബൈപ്പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സെക്യൂർഡ് ഡ്രൈവ് പാർട്ടീഷനിങ്ങിനും ഉണ്ടായിരിക്കും. ഓക്കെ, ടു എക്സാമിൻ ആൻ എൻക്രിപ്റ്റഡ് ഫയൽ ആദ്യം ചെയ്യേണ്ടത് ഡീക്രിപ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് ആ കീ അവൈലബിൾ ആണെങ്കിലാണ് ഈസി ആയിട്ട് ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ ദാറ്റ് ഓൾസോ വെൻഡർ സ്പെസിഫിക് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. Examining Microsoft BitLocker. This is available with Vista Enterprise and Ultimate Editions only. അതിന്റെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് ആണ് പിന്നെ താഴോട്ട് കാണുന്നത്. ഓക്കെ, സോ വിൻഡോസ് വിസ്റ്റ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ TPM മൈക്രോചിപ്ഡ് വേർഷൻ 1.2 ഓർ ന്യൂവർ. ഇപ്പൊ ന്യൂവർ ആണ്. ബയോസ് കംപ്ലയന്റ് ആൻഡ് ട്രസ്റ്റഡ് കമ്പ്യൂട്ടിംഗ് ഗ്രൂപ്പ്. ഓക്കെ, രണ്ട് NTFS partitions, BIOS configured so that hard drive boots. First, check the hard drive boots ne check ചെയ്തിട്ടാണ് boot peripherals ne boot ചെയ്യാനായിട്ട് സമ്മതിക്കത്തുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള തേർഡ് പാർട്ടി ഡിസ്ക് എൻക്രിപ്ഷൻ ടൂൾസ് ആണ് ഇതെല്ലാം പറയുന്നത്. PGP ഹോൾ ഡിസ്ക് എൻക്രിപ്ഷൻ, വോൾട്ടേജ് സെക്യൂർ ഡിസ്ക്, അൾട്ടിമേക്കോ, സേഫ് ഗാർഡ് ഈസി, ഇതെല്ലാം നിങ്ങൾ നോക്കിയാൽ മതി. ഓപ്പൺ സോഴ്സ് എൻക്രിപ്ഷൻ ടൂൾസ് ആണ് ട്രൂക്രിപ്റ്റ്, പ്രോസ്ക്രിപ്റ്റ്, ഫ്രീ OTFE. ഓക്കെ, ഇനി അണ്ടർസ്റ്റാൻഡിങ് ദ വിൻഡോസ് രജിസ്ട്രി. നോർമലി ഈ വിൻഡോസ് രജിസ്ട്രിയിലാണ് നമ്മൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ മാനിപ്പുലേഷൻസ് ആരെങ്കിലും ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ രജിസ്ട്രി കയറിയിട്ടാണ് അവർ ചേഞ്ചസ് വരുന്നത്. Okay, so this is a database that stores hardware, software, configuration information, network connections, user preferences and setup information. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രിയിൽ മാറ്റങ്ങൾ എപ്പോൾ വരുത്തി, ആര് വരുത്തി, ഈ ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ പർപ്പസ്, ഫോറൻസിക് അനാലിസിസിന് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ് ഈ രജിസ്ട്രി. ഓക്കെ, ടു വ്യൂ ദ രജിസ്ട്രി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ റെഗ് എഡിറ്റ് എന്ന് പറഞ്ഞ രജിസ്ട്രി എഡിറ്റർ ഉണ്ട് വിൻഡോസ് 9X സിസ്റ്റംസിൽ, അല്ലെങ്കിൽ റെഗ് EDT 32 എന്ന് പറയുന്ന 2000-ലും XP-ലും അവൈലബിൾ ആണ്. ആൻഡ് ടെർമിനോളജി ദാറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ രജിസ്ട്രി ആണ് രജിസ്ട്രി എഡിറ്റർ, HKey, കീ, സബ് കീ, ബ്രാഞ്ച്, വാല്യൂ, ഡിഫോൾട്ട് വാല്യൂ, ഹൈഡ്സ്. ഓക്കെ, ഈ ഓരോ ടെർമിനോളജിക്കും ഓരോ ഡിഫറെന്റ് മീനിങ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത് എന്താണ് ചേഞ്ച് ചെയ്തത്, എവിടെ ചേഞ്ച് ചെയ്തു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത്. ഓക്കെ, ഫയൽ ലൊക്കേഷൻസ് ആണ് ഇത്. നിങ്ങൾ നോക്കിയാൽ മതി, ഇതൊന്നും നമുക്ക് ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റത്തില്ല. ഏത് ലൊക്കേഷനിൽ എന്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നു, പർപ്പസ് എന്താണ് പർട്ടിക്കുലർ ഫയലിന്റെ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ HKey എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്തിരിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, സോ വിൻഡോസ് രജിസ്ട്രി പ്രോ ഡിസ്കവർ ബേസിക് എന്ന് പറയുന്ന ഒരു ടൂള് യൂസ് ചെയ്ത് system.dat ആൻഡ് user.datന്റെ ഇമേജ് ഫയൽസ് എടുത്തിട്ട് അതിനെയാണ് എക്സാമിൻ ചെയ്യുന്നത്. ഇഫ് രജിസ്ട്രി എഡിറ്റ് യൂസ് ചെയ്ത് നമുക്ക് നേരിട്ട് കയറാൻ പറ്റിയില്ലെങ്കിൽ. ഓക്കെ, നൗ മൈക്രോസോഫ്റ്റ് സ്റ്റാർട്ടപ്പ് ടാസ്ക്സ്. മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ഇനി നമ്മൾ കാണുന്നത് മൈക്രോസോഫ്റ്റിന്റെ സ്റ്റാർട്ടപ്പ് ടാസ്ക്സ് ആണ്. എന്തൊക്കെ ഫയലുകളാണ് വിൻഡോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്സസ് ആകുന്നതെന്നാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, ഈ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഒരു സസ്പെക്റ്റിന്റെ കമ്പ്യൂട്ടർ ലാസ്റ്റ് ആക്സസ് ചെയ്തിരിക്കുന്നത്
എവിടെയാണ്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. Okay, it is important with computers that might have been used after an incident was reported. Okay, so ഒരു പ്രശ്നം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ആക്സസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു മാർഗമാണ് ഇതിൻ്റെ അകത്തുള്ളത്. വിൻഡോസ് NTയും ലേറ്ററും സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ ഈ ഫോളോയിങ് സ്റ്റെപ്സ് ആണ് NTFS-ൽ യൂസ് ചെയ്യുന്നത്. ഒന്ന്, പോസ്റ്റ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. ഓക്കെ, അതായത് പവർ ഓൺ ആകുമ്പോൾ കുറെ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും വർക്കിംഗ് ആണോ അല്ലയോ എന്നത്. പിന്നെ ഇനീഷ്യൽ സ്റ്റാർട്ടപ്പ്, ബൂട്ട് ലോഡർ, ഹാർഡ്വെയർ ഡിറ്റക്ഷൻ ആൻഡ് കോൺഫിഗറേഷൻ, കേർണൽ ലോഡിംഗ് ആൻഡ് യൂസർ ലോഗ് ഓൺ. ഓക്കെ, ഇത്രയും സ്റ്റെപ്സ് ആണ് നടക്കുന്നത് NTFS ലോഡ് ചെയ്യുമ്പോൾ. ഞാനിത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ നേരത്തെ പലപ്പോഴായിട്ട് ബിടെക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇഫ് യു ഡോണ്ട് റിമെമ്പർ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി വിൻഡോസ് NT ആൻഡ് ലേറ്റർ കണ്ടിന്യൂ ചെയ്യുക നമ്മൾ. സ്റ്റാർട്ടപ്പ് ഫയൽസ് ഫോർ XP. ഓക്കെ, NT ലോഡർ, NTLDR എന്ന് പറഞ്ഞ ഫയല്, boot.ini, bootsec.dos, ntdetect.com, ntbootdd.sys, ഇത്രയും ഫയലുകളാണ് താഴെ ഡിവൈസ് ഡ്രൈവേഴ്സ് വരെ, ഇത്രയും ഫയലുകളാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സമയത്ത് ആക്ടിവേറ്റ് ആകുന്നത്. ഓക്കെ, ഇനി ഓരോന്നും എന്താണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. കേർണൽ 32.dll എന്താണ് അതിൻ്റെ അകത്തുള്ളത്, ഡിസ്ക്രിപ്ഷൻ. വിൻഡോസ് XPയുടെ സിസ്റ്റം ഫയൽസ് ആണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. Now, contamination concerns in Windows XP. So Windows XP workstation, NTFS workstation സ്റ്റാർട്ട് ചെയ്യുമ്പം ഒത്തിരി ഫയൽസ് ആക്സസ് ആകുന്നുണ്ട്. ലാസ്റ്റ് ആക്സസ് ഡേറ്റും ടൈം സ്റ്റാമ്പും ഈ ഫയൽസ് ആക്സസ് ചെയ്ത സമയത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അത് ഫോർ ദ ഫയൽസ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റും ഈ ഫയലുകളൊക്കെ ലാസ്റ്റിൽ എപ്പോഴാണ് ആക്സസ് ചെയ്തിരിക്കുന്നത്. സോ ലാസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എപ്പോഴാണെന്നുള്ളത് കണ്ടെത്താൻ പറ്റും. പിന്നെ എവിഡൻസ് ഡിസ്ട്രോയ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ വർക്ക് സ്റ്റേഷൻ ലാസ്റ്റ് യൂസ് ചെയ്ത സമയത്തായിരിക്കുമല്ലോ എവിഡൻസ് ഡിസ്ട്രോയ് ചെയ്തത്. അത് വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും എപ്പോഴാണ് ടാമ്പറിംഗ് ഓഫ് എവിഡൻസ് നടന്നിരിക്കുന്നത്. ഓക്കെ, ഇനി വെർച്വൽ മെഷീൻസ്. ഓക്കെ, സോ ഈ വെർച്വൽ നോർമലി ഞങ്ങൾ ലാബൊക്കെ ചെയ്യുന്ന സമയത്ത് വെർച്വൽ മെഷീനിലായിരുന്നു ലാബൊക്കെ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ നോട്ട് അഫക്ട് ദി അതർ ഫിസിക്കൽ ലൊക്കേഷൻസ് ഇൻ ദി കമ്പ്യൂട്ടർ. സോ ഇറ്റ് അലൗസ് ടു ക്രിയേറ്റ് എ റെപ്രസെന്റേഷൻ ഓഫ് അനദർ കമ്പ്യൂട്ടർ ഓൺ ആൻ എക്സിസ്റ്റിംഗ് ഫിസിക്കൽ കമ്പ്യൂട്ടർ. Okay, so it looks like it is some other computer, but just actually on this computer itself. ഓക്കെ, അതിൽ കുറച്ച് ഫയലുകൾ മാത്രമേ ഹാർഡ് ഡിസ്കിലുള്ളൂ. സോ അത്രയും സ്പേസ് മാത്രം അലക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വെർച്വൽ മെഷീൻ ഫിസിക്കൽ കോമ്പണൻസിനെ റെക്കഗ്നൈസ് ചെയ്ത് ലോഡ് ചെയ്യും, ബട്ട് ഓൺലി ലിമിറ്റഡ് ഫിസിക്കൽ റിസോഴ്സസ് വിൽ ബി യൂസ്ഡ്. ഓക്കെ, ഇത് a virtual machine running on a host computer. ഇത് ലോക്കൽ ഹോസ്റ്റിൽ VMware റൺ ചെയ്യുന്നതാണ്. എന്നിട്ട് അതിൻ്റെ അകത്താണ്, ഈ VMwareന്റെ അകത്താണ് ഈ പർട്ടിക്കുലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് റൺ ചെയ്യുന്നത്. ഓക്കെ, നൗ in computer forensics, virtual machines makes it impossible to restore a suspect drive on your virtual machine. സോ നോൺ സ്റ്റാൻഡേർഡ് സോഫ്റ്റ്വെയർസ് ഒക്കെ റൺ ചെയ്യുമ്പം ഈ വെർച്വൽ മെഷീനിലാണ് റൺ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മെഷീനിനെ കൂടുതൽ എഫക്ട് ചെയ്യാതെ അത് റൺ ചെയ്യുമ്പോൾ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഫ്രം എ നെറ്റ്വർക്ക് ആൻഡ് ഫോറൻസിക് സ്റ്റാൻഡ് പോയിന്റ്, ഈ ഇഷ്യൂസ് വെർച്വൽ മെഷീൻ റൺ ചെയ്യുമ്പോഴത്തെ ഇഷ്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. വെർച്വൽ മെഷീൻ ക്യാൻ ബി യൂസ്ഡ് ടു അറ്റാക്ക് അനദർ സിസ്റ്റം ഓർ നെറ്റ്വർക്ക്. പക്ഷെ അത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കാണിക്കണം എന്ന് ഇല്ല. Okay, two popular applications of virtual machines are VMware and Microsoft Virtual PC. Virtual PC യൂസ് ചെയ്യുവാണെങ്കിൽ ആദ്യം വെർച്വൽ PC ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. VMware അങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ വിത്ത് ദിസ് ദ ഫസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് വിൻഡോസും ഡോസും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് തീർന്നിരിക്കുന്നത്. അടുത്തത് ഇസ് കറന്റ് computer forensics tools, which we will do in the next class.